കാറ്റത്ത് കിളിക്കൂടിന്റെ അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധിയും നികേഷും വീട്ടിലെത്തുമ്പോൾ സുഭാഷ് അവർക്ക് ചായ കൊണ്ടു കൊടുക്കുകയാ. സുധീഷും ആകെ ടെൻഷനോടെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോഴാണ് സുധീഷ് ഗായത്രിയെ വഞ്ചിച്ചു എന്ന് ആരോപിച്ച് ഗായത്രിയുടെ ഫ്രണ്ട്സ് അങ്ങോട്ട് വരുന്നത്. സുധീഷ് തന്റെ വിവാഹം കഴിഞ്ഞ കാര്യം മറച്ചുവെച്ച് ഗായത്രിയെ പ്രേമിച്ചു വഞ്ചിച്ചു എന്നാണ് അവർ ആരോപിക്കുന്നത്. സുധീഷ് ഗായത്രിയെ അവോയ്ഡ് ചെയ്തതും അവളുടെ വിവാഹം കഴിഞ്ഞെന്ന കാര്യം അറിഞ്ഞതും അവളെ മാനസികമായി വല്ലാതെ തളർത്തി കളഞ്ഞെന്നും അവൾ റൂമിൽ തന്നെ അടച്ചിരിക്കുകയാണെന്നും അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സുധീഷിനെ വെറുതെ വിടില്ലെന്നുമൊക്കെ അവർ ഭീഷണിപ്പെടുത്തുമ്പോൾ ഹരീഷ് അവരെ വഴക്കു പറഞ്ഞ് അവിടുന്ന് പറഞ്ഞുവിടുകയാ. വിവാഹിതനായിരുന്നിട്ടുകൂടി സുധീഷ് മറ്റൊരു പെണ്ണിന്റെ പുറകെ പോയതിനെ ചൊല്ലി സുഭാഷ് അവനെ കുറ്റപ്പെടുത്തുന്നത് സഹിക്കാനാവാതെ നിധിയുമായുള്ള വിവാഹം യഥാർത്ഥമല്ലെന്നും അതൊരു ഫേക്ക് മാരേജ് മാത്രമായിരുന്നുവെന്നും സുധീഷ് അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താൻ വിവാഹിതനാണെന്ന കാര്യം മറച്ചുവെച്ച് ഗായത്രിയെ വഞ്ചിച്ചു എന്ന് പറയുന്നത് ശരിയല്ലെന്നും സുധീഷ് വാദിക്കുകയാണ്. നിധിയുമായി തനിക്ക് വൈവാഹിക ബന്ധമില്ലെന്നും തങ്ങൾ വിവാഹമോചനത്തിന് അപേക്ഷിച്ചിട്ടുണ്ടെന്നും തന്റെ വിവാഹം റിയൽ ആയിരുന്നെങ്കിൽ അത് നേരത്തെ തന്നെ താൻ ഗായത്രിയോട് തുറന്നു പറയുമായിരുന്നുവെന്നും നിധിയുടെ മനസ്സിലെ തന്നോടുള്ള ഇഷ്ടം പുറത്തു കൊണ്ടുവരാനായി സുധീഷ് വീണ്ടും വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ സുധീഷിന്റെ പ്രതീക്ഷകളെ തകർത്ത് സുധീഷ് പറഞ്ഞത് ശരിയാണെന്നും തങ്ങളുടെ വിവാഹം ഒരു ഫേക്ക് മാരേജ് ആയിരുന്നുവെന്നും നിധി കുടുംബാംഗങ്ങളോടെല്ലാം സമ്മതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗായത്രിയോട് സുധീഷ് വിവാഹിതനാണെന്ന കാര്യം മറച്ചുവെച്ചു എന്ന് പറയുന്നത് ശരിയല്ലെന്നും സുഭാഷേട്ടൻ ഗായത്രിയോട് അങ്ങനെ പറഞ്ഞത് ശരിയായില്ലെന്നും സുധീഷ് തന്നെ നേരിട്ട് പോയി ഗായത്രിയെ കണ്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയണമെന്നും നിധി പറയുകയാണ്. നിധിയുടെ ആ നിലപാടിനെ അച്ഛനും സപ്പോർട്ട് ചെയ്യുകയാണ്. നിധിക്കൊരു നല്ല മനസ്സുണ്ടെന്നും സുധീഷ് ഗായത്രിയുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് സുധീഷ് നേരിട്ട് ചെന്ന് പറഞ്ഞാൽ ഗായത്രി അത് വിശ്വസിക്കാൻ സാധ്യതയില്ലെന്നും താൻ നേരിട്ട് ചെന്ന് ഗായത്രിയെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാമെന്നും നിധി പറയുന്നത് കേൾക്കെ ഗായത്രിയെ താൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലെന്നും നിധി ഗായത്രിയെ കാണാൻ പോകുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും സുധീഷ് വിശ്വസിക്കുകയാണ്. നിധി ഗായത്രിയെ കാണാൻ പോവേണ്ടതില്ലെന്നും താൻ തന്നെ ആ പ്രശ്നം പരിഹരിച്ചോളാമെന്നും പറഞ്ഞ് സുധീഷ് അവളെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും താൻ നേരിട്ട് ചെന്ന് പറഞ്ഞാലേ ഗായത്രി വിവാഹം കഴിഞ്ഞില്ലെന്ന കാര്യം വിശ്വസിക്കുകയുള്ളൂവെന്നും ഗായത്രിക്ക് സുധീഷിനെ ഒരുപാട് ഇഷ്ടമാണെന്നും സുധീഷിനും ഗായത്രി ഇഷ്ടമാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതുകൊണ്ട് താൻ പോയി സംസാരിച്ച് ഉടനെ അവരെ ഒന്നിപ്പിക്കാമെന്നും നിധി പറയുന്നത് സുധീഷിനെ മാനസിക സമ്മർദ്ദത്തിലാക്കുകയാണ്. അവൻ ടെൻഷനോടെ ഒരിടത്തേക്ക് മാറി നിൽക്കുമ്പോഴേക്കും നിധി സുഭാഷേട്ടന്റെ അരികിലേക്ക് ചെന്ന് സുധീഷിനിട്ടൊരു പണി കൊടുക്കാനായി താൻ അഭിനയിക്കുകയാണെന്നും എല്ലാവരും തന്റെ കൂടെ നിൽക്കണമെന്നും സുഭാഷേട്ടനോടും ഹരീഷിനോടും നികേഷിനോടും അച്ഛനോടും എല്ലാം പറയുമ്പോൾ അവർ നിധിക്ക് സപ്പോർട്ടായി നിൽക്കുകയാണ്. നിധി ഗായത്രിയുടെ വീട്ടിലേക്ക് പോവാതിരിക്കാനായി സുധീഷ് പരമാവധി അപേക്ഷിക്കുന്നുണ്ടെങ്കിലും അവന്റെ ആശങ്കകൾ വകവെക്കാതെ നിധി നികേഷിനെ വിളിച്ച് ഗായത്രിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ഗായത്രിയെ കൂട്ടിക്കൊണ്ടു വരുമ്പോഴേക്കും വീടെല്ലാം വൃത്തിയാക്കിയിടണമെന്ന് അവൾ സുഭാഷേട്ടനും കൂട്ടർക്കും നിർദ്ദേശം നൽകുന്നുമുണ്ട്. നിധി ഗായത്രിയുടെ വീട്ടിലേക്ക് പോകുന്നതോടുകൂടി സുധീഷ് ആകെ അസ്വസ്ഥനാവുകയാണ്. അവർ പോയി കഴിയുമ്പോഴേക്കും സുധീഷേട്ടനും ഗായത്രിയും ഒന്നിക്കുന്ന ദിവസമാണെന്ന് പറഞ്ഞ് ഹരീഷും സുഭാഷേട്ടന്റെ കൂടെ വീട് വൃത്തിയാക്കാനായി തുടങ്ങുകയാ. സുധീഷും അവരോട് തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാ. നിധിയെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും അവളെ ഒന്ന് പോസസീവ് ആക്കാൻ വേണ്ടിയാണ് ഗായത്രിയോട് സ്നേഹം അഭിനയിച്ചതെന്നും ഒരു ഫ്രണ്ട്ലി രീതിയിലെ താൻ ഗായത്രിയോട് പെരുമാറിയിട്ടുള്ളൂവെന്നും തനിക്ക് അവളോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ലെന്നുമൊക്കെ സുധീഷ് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരത് ചെവിക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. സുധീഷിനെ ഗായത്രി ഇഷ്ടമാണെന്ന് അവന്റെ ചാറ്റിങ്ങിലൂടെയും ഫോൺ വിളികളിലൂടെയും അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഇനി ഗായത്രിയുമായി സന്തോഷത്തോടെ ജീവിക്കെന്നും നിധിയുടെ കാര്യമെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നും അവളെ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറ്റാമെന്നുമൊക്കെ സുഭാഷും ഹരീഷും പറയുകയാണ്. അവരെ സപ്പോർട്ട് ചെയ്ത് അച്ഛനും പറയുന്നുണ്ട് നിധി തനിക്ക് മോളി പോലെയാണെന്നും എത്രയും പെട്ടെന്ന് അവൾക്ക് ഡിവോഴ്സ് കൊടുക്കണമെന്നും നല്ലൊരു പയ്യനെ കണ്ടെത്തി അവളുടെ വിവാഹം നടത്തണമെന്നുമൊക്കെ അച്ഛൻ പറയുന്നത് സുധീഷിനെ ദേഷ്യം പിടിപ്പിക്കുക. അനാവശ്യം പറയില്ലെന്ന് സുധീഷ് പറയുമ്പോഴേക്കും അതെങ്ങനെയാ അനാവശ്യമാവുന്നതെന്ന് ചോദിച്ച് ഗായത്രി വരുമ്പോഴേക്കും താൻ ഡ്രസ്സ് ഒന്ന് മാറി വരട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ ഡ്രസ്സ് മാറാനായി പോവുകയാ. നിധിയും നികേഷും ഗായത്രിയുടെ വീട്ടിലെത്തുമ്പോഴും ഗായത്രി റൂമിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഗായത്രിയുടെ ഫ്രണ്ട്സ് നിധിക്ക് അവളുടെ റൂം കാണിച്ചു കൊടുക്കുമ്പോഴേക്കും നികേഷിനോട് പുറത്തു നിൽക്കാനായി പറഞ്ഞ് താൻ ഗായത്രിയോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നിധി ഗായത്രിയുടെ റൂമിന്റെ ഡോറിൽ തട്ടി വിളിക്കുകയാ. സുധീഷിന്റെ ഭാര്യ നിധിയാണ് വിളിക്കുന്നതെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും ഗായത്രി കതവ് തുറക്കുന്നില്ല. താൻ സുധീഷിന്റെ അടിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് നിധി വീണ്ടും വിളിച്ചു പറയുമ്പോഴേക്കും ഗായത്രി വന്ന് ഡോർ തുറക്കുകയാ. ഗായത്രിക്ക് എന്തു പറ്റിയെന്ന് നിധി ചോദിക്കുമ്പോഴേക്കും അവളും കരച്ചിലോടെ സുധീഷ് തന്നെ ചതിച്ചുവെന്നും താൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴെല്ലാം വിവാഹിതനായിരുന്ന കാര്യം മറച്ചു വെച്ചുവെന്നൊക്കെ പറഞ്ഞ് ഗായത്രി കരച്ചിൽ തുടങ്ങുകയാ.
സുധീഷ് താൻ വിവാഹിതനാണെന്ന കാര്യം അവളിൽ നിന്ന് മറച്ചുവെച്ച് അവളുമായി സംസാരിച്ചത് വലിയ തെറ്റാണെന്ന് നിധി സമ്മതിക്കുകയാണ്. സുധീഷ് അത്തരത്തിൽ അവളോട് പെരുമാറാൻ പാടില്ലായിരുന്നുവെന്നും ഗായത്രി അത് കാര്യമായി എടുക്കുന്നുവെന്ന് മനസ്സിലായപ്പോൾ തന്നെ സുധീഷ് സത്യം തുറന്നു പറയേണ്ടതായിരുന്നുവെന്നും സുധീഷ് ഗായത്രിയെ അത്തരത്തിലൊന്നും കണ്ടിട്ടില്ലെന്നും നികേഷിൽ നിന്ന് ഗായത്രിക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ സാധാരണ രീതിയിൽ സംസാരിച്ചു തുടങ്ങുകയായിരുന്നുവെന്നും എല്ലാം ഗായത്രിയുടെ തെറ്റിദ്ധാരണയായിരുന്നുവെന്നും പറഞ്ഞ് സുധീഷിന്റെ പ്രവൃത്തികൾക്ക് അവൾ ഗായത്രിയോട് മാപ്പ് ചോദിക്കുകയാണ്. അങ്ങനെ നിധി അവളെ താൻ സുധീഷിന്റെ ഭാര്യയാണെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയും സുധീഷിനെ കുറിച്ച് ഗായത്രിക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഗായത്രിയുടെ കരച്ചിലും സങ്കടവും എല്ലാം കണ്ട് നിധി അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. സുധീഷിനെ പോലൊരാളെ വിശ്വസിച്ച് ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ പ്രണയത്തിലാവേണ്ടതില്ലെന്നും പഠനത്തിലും ഭാവിയിലുമാണ് ഈ പ്രായത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും ഗായത്രി അവളെ ഉപദേശിക്കുകയാണ്. താൻ എപ്പോഴും ഗായത്രിയുടെ കൂടെ ഉണ്ടാവുമെന്നും എന്താവശ്യമുണ്ടെങ്കിലും തന്നെ ഒരു ചേച്ചിയെ പോലെ കാണണമെന്നും നിധി അവൾക്ക് ഉറപ്പു നൽകുകയാണ്. അത് ഗായത്രിക്കും ആശ്വാസമാവുകയാ. അവിടെ വീട് വൃത്തിയാക്കുന്നതിനിടയിലും സുഭാഷ് ഇടയ്ക്ക് നികേഷിനെ വിളിച്ച് അവർ ഗായത്രിയുടെ വീട്ടിലെത്തിയെന്ന് ഉറപ്പിക്കുകയും അവളുമായി ഉടനെ വീട്ടിലേക്ക് എത്തുകയില്ലെന്നും ചോദിക്കുകയും അങ്ങനെ ഗായത്രി അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന് സുധീഷിനെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. താൻ വിവാഹിതനാണെന്ന കാര്യം മറച്ചുവെച്ച് ഗായത്രിയുമായി സംസാരിച്ച സുധീഷിന്റെ പ്രവൃത്തി തെറ്റാണെന്ന് അവനെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു സുഭാഷിന്റെയും നിധിയുടെയും ഒക്കെ ഉദ്ദേശം. നികേഷും നിധിയും അവിടേക്ക് തന്നെയാണ് പോയതെന്ന് ഉറപ്പിക്കാനായി സുധീഷ് നികേഷിനെ വിളിക്കുന്നുണ്ട്. അവൻ ഗായത്രിയുടെ വീടിന്റെ ഫോട്ടോ എല്ലാം അയച്ചു കൊടുക്കുമ്പോഴേക്കും അവർ അവിടെ തന്നെയാണെന്ന് മനസ്സിലാവുന്ന സുധീഷ് ആകെ തളർന്നു പോവുകയാണ്. അവൻ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തനിക്ക് നിധി ഒരുപാട് ഇഷ്ടമാണെന്നും തനിക്ക് നിധിയെ മാത്രം മതിയെന്നും അവളുടെ സ്ഥാനത്ത് തനിക്ക് വേറൊരാളെ കാണാൻ പറ്റില്ലെന്നും അവളല്ലാതെ വേറൊരാളുമായി തനിക്ക് ജീവിക്കാൻ ഒക്കില്ലെന്നും അവളുടെ മനസ്സിൽ പോസസീവ് ഉണ്ടാക്കാനായ താൻ ഗായത്രിയുടെ പുറകെ നടന്നതെന്നും പറഞ്ഞ് സുധീഷ് കരയുന്നത് അവൻ അറിയാതെ ഹരീഷ് മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും എതിർത്തിട്ടും അവൻ ഗായത്രിയുടെ പുറകെ നടന്നതിന് സുഭാഷ് അവനെ വഴക്കു പറയുകയാണ്. സുധീഷും വിഷമത്തോടെ നിധിയെ വിളിച്ച് ഗായത്രി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ടെന്ന് നിധിയോട് പറയാനായി പറയുന്നുണ്ടെങ്കിലും തനിക്കത് പറയാൻ കഴിയില്ലെന്നും സുധീഷിന്റെ ഇഷ്ടം നടക്കട്ടെ എന്നും നിധി എന്തായാലും സുധീഷിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്നും അപ്പോൾ പിന്നെ ഗായത്രിയുടെ കൂടെ ഇനിയുള്ള ജീവിതം ജീവിച്ചു തീർക്കുകയാണ് നല്ലതെന്നും സുഭാഷ് ഏട്ടൻ അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നിധി ഗായത്രിയെ ഉറപ്പായും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന സുധീഷ് പരിഭ്രാന്തിയോടെ വീട്ടിൽ നിന്ന് ഓടിപ്പോവാൻ ശ്രമിക്കുകയും സുഭാഷും ഹരീഷും ചേർന്ന് അവനെ വീട്ടിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. സുധീഷ് വീണ്ടും വീട് വിട്ടിറങ്ങാതിരിക്കാൻ അച്ഛൻ വാതിലടച്ചു പൂട്ടുകയും ഒരു വെട്ടുകത്തിയുമായി സുധീഷിന്റെ മുന്നിൽ തന്നെ കസേരയിട്ടിരുന്ന് അവനെ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. സുധീഷ് വീണ്ടും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സുഭാഷും ഹരീഷും ചേർന്ന് അവനെ അവിടെ പിടിച്ചിരുത്തുകയാണ്. അതിനിടയിൽ ഹരീഷിന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. അവനത് എടുത്തു നോക്കി നികേഷിന്റെ മെസ്സേജാണെന്നും ഗായത്രിയെയും കൊണ്ട് അവർ ഇറങ്ങിയിട്ടുണ്ടെന്നും കുറച്ചു സമയത്തിനകം അവരിങ്ങോട്ട് എത്തുമെന്നും പറയുന്നത് കേൾക്കെ സുധീഷിനും ആകെ വെപ്രാളമാവുകയാണ്. അവരിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് സുഭാഷ് ചോദിക്കെ ആരതി എടുക്കണമെന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആരതി താൻ റെഡിയാക്കിക്കൊള്ളാമെന്ന് സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്. ഇതെല്ലാം സുധീഷിനെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. അവിടെ നിധിയും ഗായത്രിയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. സുധീഷ് ഇങ്ങനെയൊരു ചതി ഗായത്രിയോട് ചെയ്തത് തനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നും ഒരു ഭാര്യയ്ക്കും ഭർത്താവിന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റം സഹിക്കില്ലെന്നും അതുകൊണ്ടാണ് ഗായത്രി കാണുമ്പോഴെല്ലാം താൻ സുധീഷിനോട് റഫായി പെരുമാറിയതെന്നുമൊക്കെ നിധി അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. ഗായത്രിക്ക് എപ്പോ വേണേലും തന്നെ വിളിക്കാമെന്നും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും തന്നെ അറിയിക്കാമെന്നും തന്നെ ഒരു ചേച്ചിയായി കാണണമെന്നും നിധി പറയുമ്പോൾ ഗായത്രിയും സന്തോഷത്തോടെ അത് സമ്മതിക്കുകയാണ്. അങ്ങനെ ഗായത്രി ബെറ്റർ ആവുമ്പോഴേക്കും ആ സന്തോഷത്തിൽ ഗായത്രിക്കും ഫ്രണ്ട്സിനുമെല്ലാം ചായയും സ്നാക്സും എല്ലാം വാങ്ങിക്കൊടുത്ത് കഴിപ്പിക്കുന്നുണ്ട്. ഗായത്രി വിഷമത്തോടെ നിൽക്കുന്ന തന്റെ ഫ്രണ്ട്സിനോടെല്ലാം സോറി പറയുകയാ. അവരും സ്നേഹത്തോടെ അവളെ വഴക്ക് പറയുമ്പോഴേക്കും അവൾ വീണ്ടും അവരോട് സോറി പറയുന്നുണ്ട്. അങ്ങനെ നിധി നന്നായി പഠിക്കണം ജോളിയായിരിക്കുന്നൊക്കെ പറഞ്ഞ് ഗായത്രിയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വീണ്ടും അവൾ സോറി പറയുകയാണ്. എത്ര തവണയായി സോറി പറയുന്നു, അത് വിട്ടേക്ക്, ഹാപ്പി ആയിരിക്കുമെന്ന് പറഞ്ഞ് നികേഷും നിധിയും അവരോട് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. തിരിച്ച് സ്കൂട്ടിയിൽ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ നികേഷ് പുറകിലിരുന്ന് ചിരിക്കുന്നത് കണ്ട് കാര്യം എന്താണെന്ന് നിധി ചോദിക്കുകയാണ്. സുധീഷ് ഏട്ടനെ ഓർത്താണ് താൻ ചിരിച്ചതെന്നും നമ്മൾ ഗായത്രിയെയും കൂട്ടിക്കൊണ്ടു ചെന്ന് എടുത്തി സുധീഷ് ഏട്ടനെയും ഗായത്രിയെയും ഒന്നിപ്പിക്കുമോ എന്നുള്ള പേടിയിലാണ് സുധീഷ് ഏട്ടനും സുഭാഷ് ഏട്ടനും ഹരീഷ് ഏട്ടനും കൂടി ഗായത്രിയുടെ കൂടെ അവളുടെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഏട്ടനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണെന്നും താൻ ഗായത്രിയുടെ വീട്ടിലായിരുന്ന സമയത്ത് സുധീഷ് ഏട്ടൻ തന്നെ വിളിച്ചിരുന്നുവെന്നും അങ്ങേരിത്തിരി അനുഭവിക്കട്ടെ എന്നും നികേഷ് പറയുന്നത് കേൾക്കെ
നമ്മളെ ടെൻഷനാക്കിയ സുധീഷ് കുറച്ചു സമയം ടെൻഷൻ ആവട്ടെ എന്ന് നിധിയും പറയുകയാണ്. ഗായത്രിയെ ഏട്ടത്തി എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിച്ചതെന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും നിധി അവളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നികേഷിനോട് പറയുന്നുണ്ട്. വീട്ടിൽ ചെന്ന് ഉടനെ തന്നെ സുധീഷ് ഏട്ടനോട് സത്യങ്ങളൊന്നും പറയരുതെന്നും ഗായത്രിയുടെ അച്ഛനും അമ്മയും ഗായത്രിയുമെല്ലാം പുറകെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഒന്നുകൂടി പേടിപ്പിക്കണമെന്നും സുധീഷ് ഏട്ടനെ താൻ ഇതുവരെ പേടിയോടെ കണ്ടിട്ടില്ലെന്നൊക്കെ നികേഷ് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ച് വണ്ടി ഓടിച്ചു പോകുമ്പോഴാണ് എതിർ ദിശയിൽ നിന്നും നികേഷിന്റെ അമ്മ റോഡിലൂടെ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് നടന്നു വരുന്നത് നിധിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അന്ന് ദിവ്യയുടെ കൂടെ വരുമ്പോൾ അവരെ കണ്ട കാര്യം ഓർത്തെടുത്തും നികേഷിന്റെ അമ്മയുടെ ഫോട്ടോയും എല്ലാം ഓർത്തെടുത്ത് അത് നികേഷിന്റെ അമ്മ തന്നെയാണെന്ന് നിധി ഉറപ്പിക്കുകയാണ്. നികേഷ് ഇപ്പോൾ അവരെ കാണുന്നത് ശരിയാവില്ലെന്നും അവരോട് സംസാരിക്കുമ്പോൾ അവരെന്തെങ്കിലും എതിർത്തു പറഞ്ഞാൽ അത് നികേഷിനെ ഭ്രാന്ത് പിടിപ്പിക്കുമെന്നും അവൻ കാണാതിരിക്കുന്നതാണ് നല്ലതെന്നുമൊക്കെ ഉറപ്പിച്ച് അവൾ വേറൊരു ദിശയിലൂടെ വണ്ടിയെടുത്ത് പോവുകയാ. അവരും നടന്നു നീങ്ങി വേറൊരു റോഡിലേക്ക് കയറുന്നത് മിററിലൂടെ ശ്രദ്ധിച്ച് പെട്ടെന്ന് വണ്ടി നിർത്തുമ്പോഴേക്കും എന്തു പറ്റിയെന്ന് നികേഷൻ ചോദിക്കുക. പെട്ടെന്ന് ഏതു വഴിയെ പോവേണ്ടെന്ന് തനിക്കൊരു കൺഫ്യൂഷൻ ആയെന്നും വഴിമാറി പോയതാണെന്നും നിധിയും പറയുന്നുണ്ട്. അവിടെ സുഭാഷും ഹരീഷും അച്ഛനുമെല്ലാം വീണ്ടും ഓരോന്ന് പറഞ്ഞ് സുധീഷിനെ ഓരോന്ന് പറഞ്ഞ് ടെൻഷൻ കൂട്ടുമ്പോഴേക്കും തനിക്ക് ഗായത്രി വേണ്ടെന്നും നിധിയെ മാത്രം മതി അവളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടെന്ന് പറ സുഭാഷേട്ടാ എന്ന് പറഞ്ഞ് സുധീഷ് കരഞ്ഞ് സുഭാഷിന്റെ കാല് പിടിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇനി പറ്റില്ല, അവരിങ്ങോട്ട് എത്തിയെന്ന് ഹരീഷും പറയുന്നു. നിധിയും നികേഷും അപ്പോഴേക്കും അങ്ങോട്ടെത്തുകയാ. സുധീഷും ആകെ വെപ്രാളത്തോടെ അവർ വരുന്നത് നോക്കി നിൽപ്പാ. നിധിയെ കണ്ട് അച്ഛനും എഴുന്നേറ്റ് ഗായത്രി വന്നില്ലേ, അവർ വേറെ വണ്ടിയിൽ പുറകിലാണോ വരുന്നത് എന്നൊക്കെ ചോദിക്കെ വെപ്രാളത്തോടെ നിൽക്കുന്ന സുധീഷിനെ ഒന്നും ശ്രദ്ധിച്ചു. ഗായത്രിയും അവളുടെ ഫ്രണ്ട്സും കാറിലാണ് വരുന്നതെന്നും അവളുടെ അമ്മയും അച്ഛനും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും അവർ പറയുന്നുണ്ട്. അതുകൾക്ക് ടെൻഷൻ സഹിക്കാനാവാതെ പരിഭ്രമത്തോടെ സുധീഷ് റൂമിൽ കയറി ഡോർ അടയ്ക്കുകയാണ്. സുധീഷിന്റെ വെപ്രാളത്തോടെയുള്ള ആ ഓട്ടം കണ്ട് നിധിയും കൂട്ടരും പൊട്ടിച്ചിരിക്കുകയാണ്. ഗായത്രി അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെന്നറിഞ്ഞ് സുധീഷ് വെപ്രാളത്തോടെ അവിടെ കാണിച്ചു കൂട്ടിയതും എല്ലാവരും കൂടി അവനെ പുറത്തു പോകാൻ സമ്മതിക്കാതെ അവിടെ പിടിച്ചിരുത്തിയതുമെല്ലാം ഹരീഷ് ചിരിയോടെ നിധിയോടായി പറയുമ്പോഴേക്കും നിധിക്കും ചിരി അടക്കാനാവുന്നില്ല. സുധീഷ് അത്രയും പേടിച്ചു പോയോ എന്ന നിധിയുടെ ചോദ്യത്തിന് മറുപടിയായി പേടിച്ച് വിറക്കുകയായിരുന്നു. താൻ വീഡിയോ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഹരീഷ് താൻ എടുത്തു വെച്ച സുധീഷിന്റെ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. താൻ നിധിയെയും മനസ്സിൽ വെച്ച് മറ്റൊരു പെൺകുട്ടിയോട് സംസാരിച്ചത് തെറ്റാണെന്നും നിധി മാത്രമേ തന്റെ മനസ്സിലുള്ളൂവെന്നും നിധിയുടെ സ്ഥാനത്ത് വേറൊരാളെ കാണാൻ തനിക്കാവില്ല, നിധിക്ക് വേണ്ടിയാണ് താൻ കാത്തിരിക്കുന്നതെന്നുമൊക്കെ സുധീഷ് വികാരാധീനനായി പറയുന്നതുകൾക്ക് നിധിക്കും ആകെ വല്ലാതാവുകയാണ്. അവൻ ചെയ്ത തെറ്റുകളെല്ലാം പൊറുക്കണമെന്ന് നിധിയോടായി സുഭാഷും പറയുന്നു. നിധി അത് സമ്മതിച്ച് സുധീഷിന്റെ അടച്ചിട്ട റൂമിന്റെ ഡോറിൽ ചെന്ന് തട്ടി വിളിക്കുക. സുധീഷെ, ഗായത്രി വന്നിരിക്കുന്നു, പുറത്തിറങ്ങി വാ, കൂടെ അവളുടെ അച്ഛനും അമ്മയുമുണ്ട് എന്നവൾ പറയുന്നതുകൾക്ക് സുധീഷും എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമത്തോടെ ഇരിപ്പ. സുധീഷെ, ഡോറ് തുറക്കുന്ന നിധി വിളിച്ചു പറയുന്നുണ്ടെങ്കിലും സുധീഷ് വെപ്രാളത്തോടെ ഇരിപ്പ. സാറിന്റെ പേടി ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് ഹരീഷ് പറയുന്നതുകൾക്ക് എല്ലാവരും ചേർന്ന് അവനെ ഓവർ ടെൻഷനാക്കിയെന്നും അവൻ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്ന പേടിയുണ്ടെന്നും സുഭാഷും പറയുന്നു. അതുകൾക്ക് നിധിയും ടെൻഷനോടെ വീണ്ടും സുധീഷിന്റെ ഡോറിൽ മുട്ടി വിളിക്കുമ്പോഴേക്കും സുധീഷും വെപ്രാളത്തോടെ എഴുന്നേറ്റ് വന്ന് ഡോർ തുറന്ന് ഗായത്രിയെയും കൂട്ടരെയും പരിഭ്രമത്തോടെ ചുറ്റിലും തിരയുകയാണ്. അവന്റെ മുഖത്തെ ടെൻഷനും വെപ്രാളവും എല്ലാം കണ്ട് ഗായത്രി വന്നില്ലെന്നും താൻ വിളിച്ചാൽ ഉടനെ അവൾ ഇറങ്ങി വരുമോ എന്നും നിധി പറയുന്നുണ്ട്. അവൻ പരിഭ്രമത്തോടെ നിലവിളിച്ച കാര്യം പറഞ്ഞ് അച്ഛനും അവനെ കളിയാക്കുന്നുണ്ട്. എല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ഒരു നാടകമായിരുന്നു അതെന്നും നിധി പോകുമ്പോഴേ പറഞ്ഞിട്ടാണ് പോയതെന്നും ഗായത്രി ഇങ്ങോട്ട് വരില്ലെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നെന്നും സുഭാഷേട്ടൻ പറയുമ്പോഴേക്കും സുധീഷും എല്ലാവരെയും ടെൻഷനോടെ നോക്കി നിൽപ്പാം. അതുകൾക്ക് ഹരീഷും ഗായത്രി വീട്ടിലേക്ക് വരുമെന്നറിഞ്ഞ സുധീഷ് പരിഭ്രമത്തോടെ നിലവിളിച്ചതെല്ലാം അഭിനയിച്ച് കാണിക്കുകയാണ്. എല്ലാവരും അവനെ കളിയാക്കി ചിരിക്കുമ്പോഴേക്കും എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ പെർഫോമൻസ് എന്ന് നികേഷൻ ചോദിക്കുക. ഗായത്രിയെ നേരിട്ട് ചെന്ന് കണ്ട് അവളോട് സംസാരിക്കുകയും സുധീഷിനെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്തതോടെ അവൾ നോർമലായി എന്ന് നിധി പറയുന്നതുകൾക്ക് സുധീഷിനും ആശ്വാസമാവുകയാണ്. നിങ്ങളുടെ കല്യാണം എങ്ങനെയാ നടന്നതെന്ന് പറഞ്ഞോ എന്ന് നികേഷ് ചോദിക്കെ താൻ അതൊന്നും പറഞ്ഞില്ലെന്ന് നിധി പറയുന്നു. ഇനി സുധീഷിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടെന്നും ഗായത്രി അവനെ വിളിക്കില്ലെന്നും സുധീഷ് ചെയ്തത് വലിയൊരു തെറ്റാണെന്നും സുധീഷിന്റെ പേഴ്സണൽ കാര്യങ്ങൾക്കായി ഒരു പെൺകുട്ടിയുടെ ഫീലിംഗ്സിൽ തൊട്ടുകളിച്ചത് വലിയ തെറ്റാണെന്നും ദയവ് ചെയ്ത് ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് സുധീഷിനെ ഓർമ്മിപ്പിച്ച് നിധി റൂമിലേക്ക് കയറി പോവുകയാണ്. അങ്ങനെ ഗായത്രിയെ ചെന്ന് കണ്ട് സംസാരിച്ച് തന്നെ രക്ഷിക്കുകയാണ് നിധി ചെയ്തതെന്ന് സുധീഷ് മനസ്സിലാക്കുക. തനിക്ക് വേണ്ടി നിധി ഇങ്ങനെയെല്ലാം ചെയ്തതുകൊണ്ട് അവൾക്ക് തന്നോട് ഇത്രമാത്രം സ്നേഹമുണ്ടായിരുന്നുവെന്ന് കരുതിയില്ലെന്ന് സുധീഷ് വികാരാധീനനായി പറയുന്നത് അവിടെ മറഞ്ഞു നിന്ന് നിധിയും ശ്രദ്ധിക്കുക. താൻ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന നിധിയെ സുധീഷും ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ചമ്മലോട് അവൻ നിൽക്കുമ്പോഴേക്കും നിധി പുറത്തേക്ക് ഇറങ്ങി വന്ന് വൈകുന്നേരം ഒരുമിച്ച് പുറത്തു പോകണമെന്ന് പറയുമ്പോഴേക്കും സുധീഷും
വിശ്വസിക്കാനാവാതെ സന്തോഷത്തോടെ അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരമാവുമ്പോൾ സുധീഷിനെയും കൊണ്ട് നികേഷിന്റെ അമ്മയെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ നിധി അവനെയും കൂട്ടി താൻ നേരത്തെ നികേഷിന്റെ അമ്മയെ കണ്ട സ്ഥലത്തേക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ അവരെ കണ്ടുമുട്ടിയ സ്ഥലമെത്തുമ്പോഴേക്കും നിധി വണ്ടി നിർത്താനായി പറയുകയാണ്. അവൾ പെട്ടെന്ന് കാറിൽ നിറങ്ങി നികേഷിന്റെ അമ്മയെ അവിടെയെല്ലാം തിരയുമ്പോഴേക്കും കാറിൽ നിറങ്ങിയ സുധീഷും എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴാണ് നികേഷിന്റെ അമ്മ ഇപ്പൊ എവിടെയുണ്ടോന്ന് അറിയാമോ എന്ന് നിധി സുധീഷിനോടായി ചോദിക്കുന്നത്. അവർ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയില്ലെന്ന് സുധീഷും പറയുകയാണ്. അവർ ജീവിച്ചിരിപ്പുണ്ടെന്നും ഗായത്രിയുടെ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഇവിടെ വെച്ചവർ റോഡിലൂടെ നടന്നു പോകുന്നത് താൻ കണ്ടെന്നും കുറച്ചു നാൾ മുമ്പ് ഓഫീസ് കഴിഞ്ഞു വരുന്ന സമയത്തും താൻ അവരെ റോഡിൽ വെച്ച് കണ്ടതാണെന്നും എന്നവൾ പറയുന്നവൾക്ക് അത് നികേഷിന്റെ അമ്മ തന്നെയല്ലേ എന്ന് സുധീഷും സംശയത്തോടെ ചോദിക്കുന്നു. താൻ അവരുടെ ഫോട്ടോ കണ്ടതാണെന്നും അത് അവർ തന്നെയാണെന്നും അവരെ കണ്ടാൽ നികേഷ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാത്തതിനാൽ നികേഷിനോട് താൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലെന്നും ഒന്നുകൂടി അവർ തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ട് പല്ലവനോട് പറയാമെന്ന് വിചാരിച്ചെന്നും ഉറപ്പായും അവർ ഇവിടെ എവിടെയുണ്ട്. അവർ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി വരികയായിരുന്നുവെന്നും അവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്നും അതുവരെ നികേഷിനോട് ഇക്കാര്യം പറയരുതെന്നും നിധി പറയെ താൻ അവരെ കണ്ടുപിടിക്കാമെന്നും അവരെങ്ങോട്ടാണ് പോയതെന്നുമൊക്കെ സുധീഷ് നിധിയിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കുന്നു. നികേഷിന്റെ അമ്മയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് നിധി സുധീഷിനോട് പറയുമ്പോൾ അവൻ സ്നേഹത്തോടെ നിധിയെ തന്നെ നോക്കി നിൽക്കണ കണ്ട് എന്താ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അവൻ നിധിയോട് സോറി പറയുമ്പോഴേക്കും എന്തിനെന്ന് നിധിയും ഗായത്രിയുടെ കാര്യത്തിലാണ് താൻ സോറി പറഞ്ഞതെന്നും താൻ ചെയ്തത് വലിയ തെറ്റു തന്നെയാണെന്നും ഇത്രയധികം സീരിയസ് ആയി മാറുമെന്ന് താൻ വിചാരിച്ചില്ല. നിധിക്ക് ദേഷ്യം വരാൻ വേണ്ടിയാ താൻ ഗായത്രിയോട് സംസാരിച്ചതെന്നുമെല്ലാം സുധീഷ് പറയുന്നവൾക്ക് തനിക്ക് ദേഷ്യം വരേണ്ട ആവശ്യം എന്താണെന്ന് നിധിയും ചോദിക്കുന്നു. അങ്ങനെ താൻ ചിന്തിച്ചെന്നും അതുകൊണ്ടാണ് അവളോട് സംസാരിച്ചതെന്നും സോറി എന്നും സുധീഷ് പറയുമ്പോൾ സുധീഷ് സോറി പറയേണ്ടത് എന്നോടല്ല ഗായത്രിയോടാണ്. അവൾ ഒരു പാവമാ. അവളുടെ ഫീലിങ്സ് വെച്ചാ സുധീഷ് കളിച്ചത്. അവൾ അതെല്ലാം സീരിയസ് ആയെടുത്ത് എന്തുമാത്രം വിഷമിച്ചു എന്നറിയാം എന്ന് നിധി വഴക്കു പറയേ താൻ അതത്ര സീരിയസ് ആയി കണ്ടിട്ടില്ലെന്നും ഫ്രണ്ട്ലി ആയാണ് അവളോട് സംസാരിച്ചതെന്നും ചിലരെ സീരിയസ് ആയി കെയർ ചെയ്തിട്ടും അവരത് മനസ്സിലാക്കുന്നില്ലെന്നും നിധിയുടെ കാര്യം തന്നെ അവളെ ഓർമ്മിപ്പിക്കേ നിധി ദേഷ്യത്തോടെ അവനെ നോക്കി നിൽക്കുകയാണ്. അതുകണ്ട് സുധീഷും പെട്ടെന്ന് വിഷയം മാറ്റി ഗായത്രിയുടെ കാര്യത്തിൽ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ, അതെനിക്ക് മനസ്സിലായി, സോറി എന്ന് വീണ്ടും അവളോടായി പറയും. നടന്നതെല്ലാം നടന്നു, അത് വിട്ടേക്ക്. നികേഷിന്റെ അമ്മയെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നിധി ചോദിക്കേ അവർ ഈ ഭാഗത്തു തന്നെ ഉണ്ടെന്നല്ലേ നിധി പറഞ്ഞത്. അവരെ താൻ നിധിക്ക് കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന് സുധീഷും ഉറപ്പു നൽകി. പോകാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കാറിലേക്ക് കയറുമ്പോഴേക്കും സുധീഷ് വീണ്ടും നിധിയോട് സോറി പറയുന്നുണ്ട്. അത് വിട്ടേക്കെന്ന് പറഞ്ഞ് നിധിയും സുധീഷിനോട് വണ്ടി എടുക്കാനായി പറയുകയാണ്. പിന്നീട് സുഭാഷും കൂട്ടരും സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുകയാണ്. നിധിക്കായി സുധീഷ് ഒരു സാരിയെല്ലാം ഓണക്കോടിയായി നൽകുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ പൂക്കളമിട്ടും സദ്യ കഴിച്ചും ഓണം ആഘോഷിക്കുകയാണ്. അവരുടെ ഓണാഘോഷത്തിൽ പങ്കുചേരാനായി നീതുവും ചാന്ദിനിയും സുനന്ദയും അശ്വിനുമെല്ലാം എത്തുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ കിളിക്കൂടിൽ ഓണം ആഘോഷിക്കുകയാണ്. പിന്നീട് സുധീഷും നിധിയും ചേർന്ന് നികേഷിന്റെ അമ്മയെ കണ്ടെത്തുകയും കടബാധ്യതകളാൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട അവരെ അവർ കിളിക്കൂട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതും നികേഷ് സ്നേഹത്തോടെ അമ്മയെ തന്റെ കൂടെ നിർത്തുന്നതുമെല്ലാമാണ് കിളിക്കൂടിലെ തുടർന്നുള്ള വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.